അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. അറബിയിൽ ഒരാളെ എങ്ങനെ നമുക്ക് പരിചയപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരാൾ സ്വയം പരിചയപ്പെടുത്തുന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി സമ്മൺ എൽസ്, മറ്റൊരാളെ നമുക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ മേജറായിട്ട് നോക്കാൻ പോകുന്നത് ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്, അതുപോലെ ഒരാളുടെ പേര് ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വയസ്സ് ചോദിക്കുക, അതുപോലെ അവരുടെ നാഷണാലിറ്റി, ഹോം ടൗൺ, ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്, അതുപോലെ ജോലിയെക്കുറിച്ച് സംസാരിക്കുന്നത്, ഫാമിലിയെക്കുറിച്ച് ചോദിക്കുന്നത്, അവരുടെ ഇൻട്രസ്റ്റ് ആൻഡ് ഹോബീസ് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നതാണ് നമ്മളിതിൽ പഠിക്കുന്നത്. കൂടാതെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഫോർ ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ മറ്റൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് അഹമ്മദ് എന്ന് പറയാം. അതെങ്ങനെയാണ് പറയുക? ഹാദ സ്വദീഖി അഹമ്മദ്. ഇനി പെണ്ണാണെങ്കിലോ ഹാദിഹി സ്വദീഖത്തി ലൈല. ദിസ് ഈസ് മൈ ഫ്രണ്ട് ലൈല. ഇനി ഇതെൻ്റെ ബ്രദറാണ്, എൻ്റെ ബ്രദർ മുഹമ്മദാണിത്. ദിസ് ഈസ് മൈ ബ്രദർ മുഹമ്മദ്. ഹാദ അഹി മുഹമ്മദ്. ഇനി എൻ്റെ സിസ്റ്റർ ആണെങ്കിലോ ഹാദിഹി ഉഖ്തി ഫാത്തിമ. ദിസ് ഈസ് മൈ സിസ്റ്റർ ഫാത്തിമ. ഇനി ഇതെൻ്റെ കൊളീഗാണ്, എൻ്റെ കൊളീഗായിട്ടുള്ള ഖാലിദാണിത്. ഇതെങ്ങനെ പറയും? ഹാദ ജമീലി ഖാലിദ്. ഇനി ഇത് എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ കൊളീഗായിട്ടുള്ള സാറയാണ്. എങ്ങനെ പറയും? ജമീൽ എന്ന് പറഞ്ഞാൽ കൊളീഗ്, അതിൻ്റെ മുന്നസ് ഉപയോഗിക്കുക. ഹാദിഹി ജമീലത്തി ഫിൽ ജാമിഅ സാറ. ജമീലത്ത് ജാമിഅ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ഇനി ഇതെൻ്റെ അയൽവാസിയാണ് അയൽവാസി അലിയാണിത്. ഹാദ ജാരി അലി. ഇങ്ങനെയാണ് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ദിസ് ഈസ് മൈ വൈഫ് നൂർ. ഇതെൻ്റെ ഭാര്യ നൂറാണ്. ഹാദിഹി സൗജത്തി നൂർ. ഇതെൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഹസനാണ്. ദിസ് ഈസ് മൈ ഹസ്ബൻഡ് ഹസൻ. ഹാദ സൗജി ഹസൻ. ഇങ്ങനെ പറയും. ഇതെൻ്റെ ഉപ്പയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് യൂസുഫ് എന്നാണ്. ദിസ് ഈസ് മൈ ഫാദർ, ഹിസ് നെയിം ഈസ് യൂസുഫ്. ഇതെങ്ങനെ പറയും? ആദ്യം ഇതെൻ്റെ ഉപ്പയാണെന്ന് പറയണം. ഹാദ അബി ഇസ്മുഹു യൂസുഫ്. അദ്ദേഹത്തിൻ്റെ പേര് യൂസുഫ് എന്നാണ്. ഇനി ഉമ്മയാണെങ്കിലോ ദിസ് ഈസ് മൈ മദർ, ഹെർ നെയിം ഈസ് ഹുദ. ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ്? ഹാദിഹി ഉമ്മി ഇസ്മുഹ ഹുദ. ഇനി ഇവരാണ് എൻ്റെ പേരൻസ്. ദീസ് ആർ മൈ പേരൻസ്. ഇതെങ്ങനെ പറയും? ഹാ ഉലായി ഹും വാലിദയ്യ. ഹാ ഉലായി ഇവരാണ്, ഹും വാലിദയ്യ എൻ്റെ പേരൻസ്. ഹാ ഉലായി വാലിദയ്യ എന്നും പറയാം. ഇനി ഇതെൻ്റെ മകനാണ്, അവൻ്റെ പേര് സഈദ് എന്നാണ്. ഇതെങ്ങനെ പറയും? ഇതെൻ്റെ മകനാണ് എന്ന് ആദ്യം പറയാം. ഹാദ ഇബ്നി ഇസ്മുഹു സഈദ്, ഹിസ് നെയിം ഈസ് സഈദ്. ഇതെൻ്റെ മോളാണ്, അവളുടെ പേര് മറിയം എന്നാണ്. ഹാദിഹി ഇബ്നത്തി, അല്ലെങ്കിൽ ഹാദിഹി ഇബ്നത്തി ഇസ്മുഹ മറിയം, അവളുടെ പേര് മറിയം എന്നാണ്. ഇനി ദിസ് ഈസ് മൈ ഡിയർ ഫ്രണ്ട് ഉമർ. ഇതെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉമറാണ്. ഇതെങ്ങനെ പറയും? ഹാദ സ്വദീഖിൽ അസീസ് ഉമർ. ഇനി ഒരാളുടെ പേരിനെ കുറിച്ച് ചോദിക്കാണ്. അതെങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. അവൻ്റെ പേരെന്താണ്? മസ്മുഹു. അവളുടെ പേരെന്താണെന്നാണെങ്കിലോ മസ്മുഹ. വാട്ട് ഈസ് ഹെർ നെയിം? ഇനി നിൻ്റെ ഉപ്പയുടെ പേരെന്താണ്? മസ്മു വാലിദിക്. ഉമ്മയുടെ പേരെന്താണ്? മസ്മു വാലിദത്തിക്. ഇനി ഈ ആളുടെ പേരെന്താണ്? ഈ വ്യക്തിയുടെ പേരെന്താണ്? വാട്ട് ഈസ് ദിസ് പേഴ്സൺസ് നെയിം? ദിസ് പേഴ്സൺസ് എന്ന് വേണം, അപ്പോസ്ട്രോഫി വേണം. മസ്മു ഹാദ ഷഖ്സ്. ഇതാരാണ്? മൻ ഹാദ. ഇവളാരാണ്? മൻ ഹാദിഹി. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അവിടെ നോക്കേണ്ടത്. ഇനി ഈ ആളാരാണ്? ഈ ചങ്ങാതി ആരാണ്? മൻ ഹുവ ഹാദർ റജുൽ. മൻ ഹുവ ഹാദർ റജുൽ. ഈ പെണ്ണാരാണ്? മൻ ഹിയ ഹാദിഹിൽ മർഅ. മൻ ഹിയ ഹാദിഹിൽ മർഅ. ഇനി നീ അവനെ എന്താണ് വിളിക്കുന്നത്? അങ്ങനെ പറയാ. നീ എന്താണ് അവനെ വിളിക്കുന്നത്? മാതാ തുസമ്മീഹി. ഇനി അവളെ നീ എന്താണ് വിളിക്കുന്നത്? വാട്ട് ഡു യു കോൾ ഹർ എന്നാണെങ്കിലോ മാതാ തുസമ്മീഹ എന്ന് പറയും. ഇനി ഒരാളുടെ വയസ്സിനെ കുറിച്ച് ചോദിക്കുകയാണ്. അതെങ്ങനെ പറയും? അവൻ്റെ വയസ്സ് എത്രയാണ്? ഹൗ ഓൾഡ് ഈസ് ഹി എന്നാണ് ചോദിക്കുക. നീ എത്ര എന്നുള്ളതിന് ഹൗ മച്ച് എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഹൗ ഓൾഡ് ഈസ് ഹി, എത്ര മതി. കം ഉംറു. ഇനി അവളുടെ വയസ്സ് എത്രയാണ്? ഹൗ ഓൾഡ് ഈസ് ഷീ എന്നാണ് പറയുക. കം ഉംറുഹ. ഇനി നിൻ്റെ ബ്രദറിൻ്റെ വയസ്സ് എത്രയാണ്? കം ഉംറു അഖീഖ്. നിൻ്റെ സിസ്റ്ററുടെ വയസ്സ് എത്രയാണ്?
കം ഉംറു ഉഖ്തിക്. ഇനി അവൻ നിന്നേക്കാൾ പ്രായം കൂടുതലുള്ള ആളാണോ? ഹൽ ഹുവ അക്ബറു മിൻക്. മിൻക് എന്ന് പറഞ്ഞാൽ നിന്നേക്കാൾ, മിൻഹു അവനേക്കാൾ, മിൻഹ അവളേക്കാൾ, മിന്നി എന്നേക്കാൾ, മിന്ന ഞങ്ങളേക്കാൾ, അങ്ങനെ പറയാം. ഹൽ ഹുവ അക്ബർ മിൻക്, ഈസ് ഹി ഓൾഡർ ദാൻ യു. അവൻ നിന്നേക്കാൾ മൂത്തതാണോ? ഇനി അവൻ നിന്നേക്കാൾ ഇളയതാണോ എന്നെങ്ങനെ പറയാം? ഹൽ ഹിയ, അവൾ നിന്നേക്കാൾ ഇളയതാണോ? അവളാണ് കേട്ടോ. ഹൽ ഹിയ അസ്ഗറു മിൻക്. ഇനി ഈ കുട്ടിയുടെ വയസ്സ് എത്രയാണ്? ഹൗ ഓൾഡ് ഈസ് ദിസ് ചൈൽഡ്? കം ഉംറു ഹാദ തിഫിൽ. ഹൗ ഓൾഡ് ഈസ് യുവർ ഫ്രണ്ട്? നിൻ്റെ ഫ്രണ്ടിന് വയസ്സ് എത്രയാണ്? കം ഉംറു സ്വദീഖിക്. ഇങ്ങനെയാണ് പറയാം. ഇനി ഒരാളുടെ നാഷണാലിറ്റി അതുപോലെ ഹോം ടൗണിനെ കുറിച്ച് ചോദിക്കുകയാണ്. അതെങ്ങനെയാണ്? അവൻ എവിടെ നിന്നുള്ള ആളാണ്, ഏത് നാട്ടുകാരനാണ് എന്നെങ്ങനെ ചോദിക്കും? വേർ ഈസ് ഹി ഫ്രം? മിൻ ഐൻ ഹുവ. മിൻ ഐൻ ഹുവ. ഇനി അവളെവിടെ നിന്നാണ്, ഏത് നാട്ടുകാരാണ്? മിൻ ഐന ഹിയ. അവളുടെ നാഷണാലിറ്റി ഏതാണ്? എന്താണ് അവളുടെ നാഷണാലിറ്റി? ഇതെങ്ങനെ ചോദിക്കുക? വാട്ട് ഈസ് ഹിസ് നാഷണാലിറ്റി? മാഹിയ ജിൻസിയത്തു. മാഹിയ ജിൻസിയത്ത്. ജിൻസിയത്ത് എന്ന് പറഞ്ഞാൽ നാഷണാലിറ്റി, ഏത് രാജ്യക്കാരനാണ്. ഇനി അവളുടെ എന്നാണെങ്കിലോ മാഹിയ ജിൻസിയത്തു ഹ. ഇനി അവൻ ഇന്ത്യക്കാരനാണോ? ഹൽ ഹുവ മിനൽ ഹിന്ദ്. ഇന്ത്യക്കാരനാണോ എന്ന് ചോദിക്കാൻ രണ്ട് രൂപത്തിൽ ചോദിക്കാം. ഈസ് ഹി ഫ്രം ഇന്ത്യ, അല്ലെങ്കിൽ ഈസ് ഹി അൻ ഇന്ത്യൻ എന്ന് ചോദിക്കാം. ഇന്ത്യൻ എന്നാവുമ്പോൾ ഹൽ ഹുവ ഹിന്ദിയുൻ എന്ന് ചോദിക്കാം. ഇനി അവൻ സൗദിയിൽ നിന്നാണോ? ഹൽ ഹിയ, അവൾ സൗദിയിൽ നിന്നാണോ എന്നാണെങ്കിൽ ഹൽ ഹിയ മിന സൗദിയ. ഇനി അവൻ എവിടെയാണ് ജനിച്ചത്? വേർ വാസ് ഹി ബോൺ? ഐന വുലിദ. ഐന വുലിദ. അവൾ എവിടെയാണ് ജനിച്ചത്? അങ്ങനെയാണെങ്കിലോ ഐന വുലിദത്. വേർ വാസ് ഹി ബോൺ? അവൻ ഇമാറാത്തിൽ ജീവിക്കുന്നുണ്ടോ? ഹൽ യഈഷു ഫിൽ ഇമാറാത്ത്. ഡസ് ഹി ലീവ് ഇൻ ദി UAE? UAEക്ക് മൊത്തത്തിൽ പറയുന്നത് ഇമാറാത്തുൽ അറബിയത്തിൽ മുത്തഹിദ എന്നാണ്, ഇത് ചുരുക്കി പറഞ്ഞാണ്. ഇനി അവൻ ഖത്തറിലാണോ ജീവിക്കുന്നത്? ഹൽ തഈഷു ഫി ഖത്തർ? ഇങ്ങനെ ചോദിക്കും. ഇനി ഒരാളുടെ ഒക്കുപേഷൻ, അയാളുടെ ജോലിയെക്കുറിച്ച് ചോദിക്കുകയാണ്. അതെങ്ങനെയാണ്? അവൻ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡസ് ഹി ഡു? മാതാ യഅമൽ. ഇനി അവൾ എന്ത് ചെയ്യുന്നു എന്നാണെങ്കിലോ മാതാ തഅമൽ. വാട്ട് ഡസ് ഷി ഡു? ഇനി എവിടെയാണ് അവൻ വർക്ക് ചെയ്യുന്നത്? വേർ ഡസ് ഹി വർക്ക്? ഐന യഅമലു. അവൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഐന തഅമലു. ഇനി അവനൊരു ഡോക്ടറാണോ? ആണോ എന്ന് ചോദിക്കാൻ ഉപയോഗിക്കുന്നത് ഹൽ ആണ്. ഹൽ ഹുവ ത്വബീബുൻ. അവളൊരു ടീച്ചറാണോ? ഹൽ ഹിയ മുഅല്ലിമത്തുൻ. ഇനി അവളൊരു ഡോക്ടറാണോ എന്നാണെങ്കിലോ ഹൽ ഹിയ ത്വബീബത്തുൻ എന്നാവും. ഇനി അവളൊരു എഞ്ചിനീയർ ആണോ എന്നാണെങ്കിലോ ഹൽ ഹിയ മുഹന്ദിസത്തുൻ ഇങ്ങനെയാവും. ഇനി അവനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണോ എന്നെങ്ങനെ ചോദിക്കും? ഹൽ യഅമലു ഫി ശരീക. ഹൽ യഅമലു ഫി ശരീക. അവനൊരു ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യുന്നത്? അവൾ ഒരു ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യുന്നത് എന്നാണെങ്കിൽ ഹൽ തഅമലു ഫി മുസ്തഷ്ഫ. ഇനി എന്താണ് അവൻ്റെ ജോലി? മാഹിയ വലീഫത്തു. അവളുടെ ജോലി എന്താണ്? മാഹിയ വലീഫത്തുഹ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഫാമിലിയെക്കുറിച്ച് ചോദിക്കാനാണെങ്കിൽ എങ്ങനെയാണ്? ഹൽ ലദൈക ഇഖ്വത്തുൻ. നിനക്ക് ബ്രദേഴ്സ് ഉണ്ടോ? ഇവിടെ ലദൈക എന്നുള്ള ഒരു ഒരു രൂപം, ഇത് പ്രത്യേകം നിനക്കുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്തുണ്ട് എന്നുള്ള അർത്ഥത്തിനും ലദൈഹി അത് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നിനക്ക് ബ്രദേഴ്സ് ഉണ്ടോ? ഡു യു ഹാവ് ബ്രദേഴ്സ്? ഹൽ ലദൈക ഇഖ്വത്തുൻ. ഇനി നിനക്ക് സിസ്റ്റേഴ്സ് ഉണ്ടോ? ഹൽ ലദൈക അഖവാത്തുൻ. അതുപോലെ നിനക്ക് എത്ര ബ്രദേഴ്സ് ഉണ്ട്? കം അഖൻ ലദൈക്. നിനക്ക് എത്ര സിസ്റ്റേഴ്സ് ഉണ്ട് എന്നാണെങ്കിലോ കം ഉഖ്തൻ ലദൈക്. അതുപോലെ അവൻ മാരീഡ് ആണോ? ഹൽ ഹുവ മുത്തസവ്വിജുൻ. ഇനി അവൾ മാരീഡ് ആണോ എന്നാണെങ്കിലോ ഹൽ ഹിയ മുത്തസവ്വിജത്തുൻ. അവൻക്ക് കുട്ടികളുണ്ടോ? ഹൽ ലദൈഹി അത്ഫാലുൻ. അവൾക്ക് കുട്ടികളുണ്ടോ എന്നാണെങ്കിലോ ഹൽ ലദൈഹ അത്ഫാലുൻ. ഇനി അവൻക്ക് എത്ര കുട്ടികളുണ്ട്? കം തിഫ്ലൻ ലദൈഹി. അവൾക്ക് എത്ര കുട്ടികളുണ്ട്? കം തിഫ്ലൻ ലദൈഹ. ഇതെല്ലാം കൃത്യമായിട്ട് നോട്ട് എഴുതണം, പ്രാക്ടീസ് ചെയ്യുകയും വേണം. ഇനി ഒരാളുടെ ഇൻട്രസ്റ്റ് ആൻഡ് ഹോബീസ്, അതിനെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അവൻ്റെ ഹോബീസ് എന്തൊക്കെയാണ്? ഇതെങ്ങനെ ചോദിക്കാം? മാഹിയ
ഹിവായാത്തുഹു. ഇനി അവളുടെ ഹോബീസ് എന്നാണെങ്കിലോ മാ ഹിയ ഹിവായാത്തുഹ, വാട്ട് ആർ ഹെർ ഹോബീസ്, അവളുടെ ഹോബീസ് എന്തൊക്കെയാണ്. ഇനി അവൻ റീഡിങ് ഇഷ്ടപ്പെടുമോ, ഹൽ യുഹിബുൽ ഖിറാഅ. ഇനി അവളാണെങ്കിലോ ഹൽ തുഹിബുൽ ഖിറാഅ എന്നാവും, ഡസ് ഷീ ലൈക്ക് റീഡിങ്. ഇനി അവൾ യാത്രയെ ഇഷ്ടപ്പെടുമോ, ഡസ് ഷീ ലൈക്ക് ട്രാവലിംഗ്. ഇതെങ്ങനെ ചോദിക്കും, ഹൽ തുഹിബു സഫർ. ഇനി അവൻ എന്നാണെങ്കിൽ ഹൽ യുഹിബു സഫർ എന്നാവും. ഇനി തൽപരനാണോ എന്ന് ചോദിക്കാൻ ഹൽ ഹുവ മുഹ്തമ്മും ബിറിയാള, ഹൽ ഹുവ മുഹ്തമ്മും ബിറിയാള. ഈസ് ഹി ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, സ്പോർട്സ് എന്നുള്ളതിന് റിയാള എന്ന് പറയും. ഇനി അവൾ മ്യൂസിക് ഇഷ്ടപ്പെടുമോ, ഹൽ ഹിയ തുഹിബുൽ മൂസിഖി, മ്യൂസിക് എന്നുള്ളതിന് മൂസിഖി എന്നാണ് പറയാം. ഇനി അവളുടെ ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട ടീം ഏതാണ്, ഇഷ്ടപ്പെട്ട എന്നുള്ളതിന് ഫേവറേറ്റ് എന്നുള്ളതിനും മുഫല്ലൽ എന്നാണ് പറയാം. അപ്പോൾ മാ ഹുവ ഫരീഖുൽ മുഫല്ലൽ. ഇനി അവളുടെ ഫേവറേറ്റ് കളർ എന്താണ്, മാ ഹുവ ലൗനുഹൽ മുഫല്ലൽ. അവളുടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹ എന്നുള്ള ലൊമീർ കൊടുക്കുന്നത്. ഇനി അവൻ്റെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഫുഡ് ഏതാണ്, മാ ഹുവ ത്വആമുഹുൽ മുഫല്ലൽ. ഇനി അവളുടെ ഇഷ്ടപ്പെട്ട ഫിലിം ഏതാണ്, മാ ഹുവ ഫിലിമുഹൽ മുഫല്ലൽ. ഫിലിം എന്നുള്ളതിന് ഫിലിം എന്നാണ് പറയാം. വാട്ട് ഈസ് ഹെർ ഫേവറേറ്റ് മൂവി. നമ്മളിപ്പോൾ ഹോബിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഹോബികൾ, കുറേ ഹോബികളുണ്ട്, ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അതെല്ലാം ഇവിടെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറയുകയാണ്. റസ്മ്, ഡ്രോയിങ്, ചിത്രം വരക്കുന്നതിന് റസ്മ് എന്ന് പറയും. അതുപോലെ പെയിൻറ്റിങ്ങിന് തെൽവീൻ എന്ന് പറയും. കാലിഗ്രഫിക്ക് അൽ ഖത്തുൽ അറബി. അതുപോലെ പോട്രി എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ ഉണ്ടാക്കുക, സുനാഅത്തുൽ ഫഖാർ. അതുപോലെ സ്കൾപ്റ്റിങ്ങിന് അന്നഹത്ത് എന്നാണ് പറയുക. സ്യൂയിങ്, നെയ്തെടുക്കുക, അതിന് അൽ ഖയ്യാത്ത എന്ന് പറയും. അതുപോലെ നിറ്റിങ്ങിന് അൽ ഹിയാക്ക. അതുപോലെ എംബ്രോയിഡറി വർക്കിന് അത്തത്രീസ്. അതുപോലെ വുഡ് കാർവിങ്, മരത്തിൽ കൊത്തിയെടുക്കുന്നതിന് നെഹ്തുൽ ഖഷ്ബ് എന്ന് പറയും, നെഹ്തുൽ ഖഷ്ബ്. അതുപോലെ ജ്വല്ലറി മേക്കിംഗ്, ജ്വല്ലറി എന്നുള്ളതിന് മുജൗഹറാത്ത് എന്നാണ് പറയുക. അപ്പോൾ ജ്വല്ലറി മേക്കിംഗ് എന്നുള്ളതിന് സുനുൽ മുജൗഹറാത്ത്. പിന്നെ ഡു ഇറ്റ് യുവർ സെൽഫ് ക്രാഫ്റ്റ്, DIY എന്ന് ചുരുക്കി പറയും, അതിന് അൽ ഹർഫുൽ യദവിയ. അതുപോലെ ക്യാൻഡിൽ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ മെഴുകുണ്ടാക്കുക, അതിന് സുൻഉ ഷുമൂഅ്. ഷംഅ് എന്ന് പറഞ്ഞാൽ മെഴുകിനാണ് പറയുക, ഷംഅ്. അതുപോലെ സോപ്പ് ഉണ്ടാക്കുന്നതിന് സുൻഉ സ്വാബൂൻ, സോപ്പ്. റീഡിംഗ് ബുക്സ് ഹോബികളാണ്. ഖിറാഅത്തുൽ കുതുബ്. ഇനി സ്റ്റോറികൾ എഴുതുക, റൈറ്റിംഗ് സ്റ്റോറീസ്. കിതാബത്തുൽ ഖിസസ്, ഖിസ്സത്തിൻ്റെ ജമാണ് ഖിസസ്. ഇനി ജേർണലിങ്, കിതാബത്തുൽ മുദക്കറാത്ത്. അതുപോലെ ബ്ലോഗിങ്ങിന് തദ്വീൻ എന്ന് പറയും, ദവ്വന യുദവ്വിനു തദ്വീൻ. പോയട്രിക്കാണെങ്കിലോ പോയട്രി എഴുതുന്നതിന് കിതാബത്തു ഷിഅർ. ഇനി സ്ക്രിപ്റ്റ് എഴുതുക, അതിന് കിതാബത്തു സീനാരിയോ. അതുപോലെ കോമിക് ക്രിയേഷൻ, കോമിക് ഉണ്ടാക്കുക, ഇൻഷാ ഉൽ ഖിസസുൽ മുസവ്വറ. അതുപോലെ എഡിറ്റിങ്ങിന് തഹരീർ എന്ന് പറയും, ഹററ യുഹരീറു തഹരീർ. ട്രാൻസ്ലേഷൻ തർജുമ. ഇനി കോഡ്സ് കളക്ട് ചെയ്യുക, ജംഉൽ ഇഖ്തിബാസാത്ത്. പാട്ട് പാടുക, അൽ ഗിനാ. ഗിറ്റാർ വായിക്കുക, അൽ അസ്ഫു അലൽ ഗീതാർ. അതുപോലെ പിയാനോ വായിക്കുക. പ്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ വായിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഗിറ്റാർ വായിക്കുക എന്നാണ്, ഗിറ്റാർ പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗിറ്റാർ വായിക്കുക എന്നാണ് അർത്ഥം. പിയാനോ വായിക്കുക, അൽ അസ്ഫു അലൽ ബിയാനോ. അതുപോലെ ഡ്രം, തബല, അൽ അസ്ഫു അല തുബൂൽ. ഡാൻസ് ചെയ്യുക, റഖ്സ്. ഇനി അഭിനയം, ആക്ടിങ്, അതിന് തംസീൽ എന്ന് പറയും, തംസീൽ. വയലിൻ വായിക്കുന്നതിന് അൽ അസ്ഫു അലൽ കിമാൻ. അതുപോലെ മ്യൂസിക് കമ്പോസ് ചെയ്യുക, മ്യൂസിക് നിർമ്മിക്കുക, തഅലീഫുൽ മൂസിഖി. കരോക്കെ, അൽ കാരൂക്കി. അതുപോലെ മിമിക്രി, തഖ്ലീദുൽ അസ്വാത്ത്. മിമിക്രിക്ക് തഖ്ലീദുൽ അസ്വാത്ത് എന്ന് പറയാം. പിന്നെ സ്റ്റേജ് പെർഫോമൻസ്, അൽ അദാഉൽ മസ്രഹി. പിന്നെ സൗണ്ട് എഡിറ്റിങ്ങിന് തഅദീൽ തഹ്രീർ, രണ്ടും പറയാറുണ്ട്. തഅദീൽ സൗത്ത്. പോഡ്കാസ്റ്റ്, പുതിയ കാലത്തുള്ള ഓരോ സംഭവങ്ങളാണ് പോഡ്കാസ്റ്റ് ഒക്കെ. ബൂദ്കാസ്റ്റ് എന്ന് പറയും, ബൂദ്കാസ്റ്റ്. ഇനി ചെസ്സിന് ഷത്റഞ്ച് എന്ന് പറയും. അതുപോലെ സൂദൂക്കു. പിന്നെ ക്രോസ് വേർഡ് പസിൽസ്, ഇതൊക്കെ കുട്ടികളൊക്കെ ചെയ്യുന്നതാണ്, ക്രോസ് വേർഡ് പസിൽ. അൽ കലിമാത്തുൽ മുതഖാത്തഅ. വീഡിയോ ഗെയിമിംഗ്, അൽ ആബുൽ ഫീദിയോ. ബോർഡ് ഗെയിം, ബോർഡിൽ വെച്ചിട്ടുള്ള ഗെയിം, പലകമ്മ, അൽ ആബുൽ ലൗഹിയ. അതുപോലെ കാർഡ് ഗെയിം, അൽ ആബുൽ വറഖ്. അതുപോലെ റൂബിക്സ് ക്യൂബിന് മിക്അബ് റൂബിക്. അതുപോലെ റണ്ണിങ്, അൽ ജറി എന്ന് പറയും.
അൽ ജറി, വാക്കിംഗ് നടക്കൽ, അൽ മഷ്യു മഷായംഷി, സ്വിമ്മിങ് അസിബാഹ, അതുപോലെ സൈക്ലിംഗ് റുക്കൂബ് ദറാജ, അതുപോലെ ഹൈക്കിംഗ് എന്ന് പറഞ്ഞാൽ കാൽനടയായിക്കൊണ്ടുള്ള സഞ്ചാരം, അത്തനസുഹുൽ ജബലി, യോഗ അൽ യൂഹ, ജിം വർക്കൗട്ട് അത്തമാരീനുൽ റിയാലിയ, അതുപോലെ മാർഷൽ ആർട്സ് അൽ ഫുനൂനുൽ ഖിത്താലിയ മാർഷൽ ആർട്സ്, ബോക്സിങ്ങിന് അൽ മുലാഖമ, അതുപോലെ വെയ്റ്റ് ലിഫ്റ്റിംഗ് വെയ്റ്റ് പൊന്തിക്കുക, റഫ്ഉൽ അസ്ഖാൽ. ഇനി ഗാർഡനിങ്, ചിലരുടെ താല്പര്യങ്ങളാണ് ഗാർഡനിങ്, അൽബസ്തന എന്ന് പറയും. അതുപോലെ പക്ഷി നിരീക്ഷണം, ബേർഡ് വാച്ചിങ്, മുറാഖബത്തു തുയൂർ, റാഖബ യുറാഖിബു അതിൽ നിന്ന് വന്നതാണ് മുറാഖബ. അതുപോലെ ഫിഷിങ് മീൻ പിടിക്കുക, അസ്വൈദ്, ക്യാമ്പിങ് ക്യാമ്പ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ ക്യാമ്പ് ചെയ്യുമല്ലോ, അതാണ് തഹീം, ഹൈമയിൽ നിന്ന് വന്നാണ് തഹീം, ക്യാമ്പ് ചെയ്യുക, ടെൻറ്റ് കെട്ടുക. അതുപോലെ സ്റ്റാർ ഗെയ്സിങ് എന്ന് പറഞ്ഞാൽ വാന നിരീക്ഷണം അല്ലെങ്കിൽ ഈ നക്ഷത്ര നിരീക്ഷണം, മുറാഖബത്തു നുജൂം, റാഖബ യുറാഖിബുവിൽ നിന്ന് വന്നതാണ് മുറാഖബ. അതുപോലെ റോക്ക് ക്ലൈംബിങ്, പാറമ്മ കയറുക, തസല്ലുഖു സുഹൂർ, നേച്ചർ ഫോട്ടോഗ്രഫി, പ്രകൃതിയുടെ ഫോട്ടോഗ്രഫി, തസ്വീറു ത്വബിയ. അതുപോലെ ഫോറേജിങ് എന്ന് പറഞ്ഞാൽ നാൽക്കാലികളുടെ ഭക്ഷണം സംഭരിക്കുക, അതിനാണ് ഫോറേജിങ് എന്ന് പറയുക. ജംഉൻ നബാതാത്തുൽ ബരിയ. അതുപോലെ സെയിലിംഗ് അൽ ഇബ്ഹാർ എന്ന് പറയാം, അൽ ഇബ്ഹാർ. അതുപോലെ ബഹർ കപ്പലിൽ പോണതിനാണ് സെയിലിംഗ് എന്ന് പറയാം. അതുപോലെ ഹോഴ്സ് റൈഡിങ് എന്ന് പറഞ്ഞാൽ കുതിര സവാരി, റുക്കൂബുൽ ഖൈൽ. അതുപോലെ പെറ്റ് കെയർ, പെറ്റുകളെ നോക്കുക, റിആയത്തുൽ ഹയവാനാത്തുൽ അലീഫ, പെറ്റ് എന്നുള്ളതിന് അൽ ഹയവാനുൽ അലീഫ് എന്ന് പറയും, അൽ ഹയവാനാത്തുൽ അലീഫ. അതുപോലെ ഡോഗ് ട്രെയിനിങ്, നായ്ക്കളെ ട്രെയിൻ ചെയ്യുക, തദ്രീബുൽ കിലാബ്. അതുപോലെ അക്വേറിയം കീപ്പിംഗ്, തെർബിയത്തുൽ അസ്മാക് മീൻ വളർത്തൽ. അതുപോലെ ഹോഴ്സ് ഗ്രൂമിങ്, റിആയത്തുൽ ഖുയൂൽ. പിന്നെ ബീ കീപ്പിംഗ്, തേനീച്ചനെ വളർത്തുക, തെർബിയത്തുൽ നഹ്ൽ. ബേർഡ് ബ്രീഡിങ്, പക്ഷികളെ വളർത്തുക, തെർബിയത്തു തുയൂർ. കാറ്റ് ഫോസ്റ്ററിങ്, പൂച്ചയെ വളർത്തുക, റിആയത്തുൽ ഖിത്തത്തിൻ്റെ ജമാണ് ഖിത്തത്ത്. അതുപോലെ വാച്ചിങ് ആനിമൽ ഡോക്യുമെൻ്ററീസ്, മൃഗങ്ങളുടെ ഡോക്യുമെൻ്ററി കാണുക, മുഷാഹദത്തു വസാഇഖിയാത്തുൽ ഹയവാനാത്ത്, ഡോക്യുമെൻ്ററിക്ക് വസാഇഖ് എന്ന് പറയും. അനിമൽ ഫോട്ടോഗ്രഫി, തസ്വീറുൽ ഹയവാനാത്ത്. ഇനി കുക്കിങ്ങിന് ത്വബ്ഖ് എന്ന് പറയും. അതുപോലെ ബേക്കിംഗ്, ഹബ്സ്. അതുപോലെ ഗ്രില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീയിൽ ചുട്ടെടുക്കുന്നതിനാണ് ഗ്രില്ലിംഗ് എന്ന് പറയുക. ഷവാ, അതിൽ നിന്നാണ് ഷവായൊക്കെ വന്നത്. പിന്നെ ട്രൈ ന്യൂ റെസിപ്പീസ്, പുതിയ റെസിപ്പികൾ ഇങ്ങനെ ട്രൈ ചെയ്യുക. അതിന് തജ്രിബത്തു വസഫാത്തിൻ ജദീദ. പിന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുക, അതിന് തസീനുൽ കഅക്ക് എന്ന് പറയും. ഫുഡ് സ്റ്റൈലിംഗ് തൻസീഖു ത്വആം. ജ്യൂസ് മേക്കിങ്ങിന് സുനുൽ അസ്വായിർ, അസീറത്തിൻ്റെ ജമാണ് അസ്വായിർ, ജ്യൂസസ്. ഇനി ചോക്ലേറ്റ് ഉണ്ടാക്കുക, സുനുൽ ഷുക്കുലാത്ത. അതുപോലെ ഫെർമെൻറ്റിംഗ് ഫുഡ്സ്, ഫെർമെൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ പുളിപ്പിക്കുക. തഖ്മീറുൽ അത്വഇമ, ഫുഡ് പുളിപ്പിക്കുന്നതിനാണ് ഫെർമെൻറ്റ് എന്ന് പറയുക. തഖ്മീറുൽ അത്വഇമ. ഇനി കോഡിങ്ങിന് ബർമജ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് എന്നും പറയും. ബർനാമജ് എന്ന് പറയും പ്രോഗ്രാം എന്നുള്ളതിന്, അതിൽ നിന്ന് വന്നാണ് ഈ ബർമജത്ത്. അതുപോലെ വെബ് ഡിസൈനിങ്, തസ്മീമുൽ മൗഖി എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ്, ഒന്നുകിൽ മൗഖി എന്ന് പറയും അല്ലെങ്കിൽ മൗഖിഉൽ ഇലക്ട്രോണിയ എന്നും പറയും വെബ്സൈറ്റിന്, അതാണ് വെബ്സൈറ്റ് ഡിസൈനിങ്. മവാഖി അതിൻ്റെ ജമാണ്. ഗ്രാഫിക് ഡിസൈനിങ്, തസ്മീമുൽ ജിറാഫിക്കി. അതുപോലെ വീഡിയോ എഡിറ്റിംഗ്, തഅദീലുൽ ഫീഡിയോ. ആനിമേഷൻ, അർ-റുസൂമുൽ മുത്തഹരിക്ക. അതുപോലെ ആപ്പ് ഡെവലപ്മെൻറ്റ്, ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുക. തത്വീറു തത്ബീഖാത്ത് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് എന്നാണ് അർത്ഥം. ബ്ലോഗിങ്ങിന് തദ്വീൻ എന്ന് പറയും. അതുപോലെ വ്ളോഗിങ്ങിന് തദ്വീനുൽ മർഇ. അതുപോലെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ക്രിപ്റ്റോ കറൻസിയിൽ. ഇസ്തിസ്മാർ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നർത്ഥം. ഇസ്തിസ്മാർ ഫിൽ അമലാത്തി റഖ്മിയ, ക്രിപ്റ്റോ കറൻസിക്ക് അമലത്തുൽ റഖ്മിയ എന്ന് പറയും. അപ്പോൾ ഇസ്തിസ്മാറു ഫിൽ അമലാത്തി റഖ്മിയ, ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ വാച്ചിങ് ഡോക്യുമെൻ്ററികൾ കാണുക, മുഷാഹദത്തുൽ വസാഇഖിയാത്ത്. പിന്നെ പുതിയ സ്കില്ലുകൾ പഠിക്കുക, അതൊക്കെ ഓരോ ഹോബികളാണ്. തഅല്ലുമു മഹാറാത്തുൻ ജദീദ. അതുപോലെ ടീച്ചിങ്, തദ്രീസ്. ഓൺലൈൻ കോഴ്സ് എടുക്കുക, ദൗറാത്തുൽ
അദ്ദൗറാത്തു അബ്റൽ ഇൻറ്റർനെറ്റ്. ഇനി പബ്ലിക് സ്പീക്കിംഗ്, അൽ ഖിത്വാബ, ഡിബേറ്റ് നടത്തുക, അൽ മുനാളറ, മെമ്മറൈസിങ്, മനപ്പാടാക്കുക, അൽ ഹിഫ്ള്, ബ്രെയിൻ ട്രെയിനിങ്, തദ്രീബു ദിമാഗ്, സ്പീഡ് റീഡിങ്, സ്പീഡിലായിട്ട് വായിക്കുക, അൽ ഖിറാഅത്തു സരിയ. മറ്റൊരു ഹോബിയാണ് കളക്റ്റിംഗ് കോയിനുകൾ കളക്ട് ചെയ്യുക, ജംഉൽ അമലാത്ത്, സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യുക, ജംഉ തവാബിയ, ആൻറ്റിക്സ്, പഴയ പുരാതന സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നതിന് ജംഉ തുഹ്ഫ് എന്ന് പറയും. പിന്നെ മോഡലുകൾ ബിൽഡ് ചെയ്യുക, സുനുൽ മുജസ്സമാത്ത്, അല്ല ഡ്രോൺ പറത്തുക, അത്തൊയ്റാനു ബിത്തൊയ്റാത്തി സൊഹീറ, വീടുകൾ അലങ്കരിക്കുക, തസീനുൽ മൻസിൽ, ഹോം ഡെക്കർ, അല്ലെ റിനോവേഷൻ, ഒരു പുതുക്കിപ്പണിയുക, റിനോവേഷൻ. അത്തജ്ദീദ്, ജദീദ് എന്നതിൽ നിന്നാണ് തജ്ദീദ്. അതുപോലെ ഫോട്ടോഗ്രഫി, അത്തസ്വീർ, വീഡിയോഗ്രാഫിക്ക് അത്തസ്വീറുൽ വീഡിയോ. റീലുകൾ ക്രിയേറ്റ് ചെയ്യുക, പുതിയ കാലത്തുള്ള ഓരോ ഹോബീസാണ്, ഇൻഷാ ഉർ റീൽസ്. അതുപോലെ ടിക്ടോക്ക് വീഡിയോകൾ നിർമ്മിക്കുക, സുനു വീഡിയോ ഹാത്തി തീക് തൂക്ക്. എഡിറ്റിംഗ് ഫോട്ടോകൾ എഡിറ്റ് ചെയ്യുക, തഅദീൽ സുവർ. ലൈവ് സ്ട്രീമിംഗ് ഇപ്പോഴത്തെ കാലത്ത് കൂടുതലുള്ളതാണ്. ലൈവ് സ്ട്രീമിംഗ് ലൈവ് എന്നുള്ളതിന് മുബാഷർ എന്നാണ് പറയുക, ബൽ ബസ്സുൽ മുബാഷർ, ലൈവ് സ്ട്രീമിംഗ്. അതുപോലെ യൂട്യൂബ് ചാനൽ, ഖനാത്ത് യൂട്യൂബ്, ഖനാത്ത് എന്ന് പറഞ്ഞാൽ ചാനൽ എന്നർത്ഥം, ഖനവാത്ത് എന്ന് പറഞ്ഞാൽ ചാനലുകൾ. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, അത്തസ്വീഖു അബ്റൽ മുഅസ്സിരീൻ, ഇൻഫ്ലുവൻസർ എന്നുള്ളതിന് മുഅസ്സിർ എന്നാണ് പറയുക. മോഷൻ ഗ്രാഫിക്സ്, അർ റുസൂമുൽ മുത്തഹരിക്ക. അതുപോലെ ഷോർട്ട് ഫിലിം ഉണ്ടാക്കുക, സിനാഅത്തുൽ അഫ്ലാമുൽ ഖസീറ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം. ഇനി ഫുട്ബോൾ, സോക്കർ എന്ന് പറയും, കുറത്തുൽ ഖദം. ബാസ്കറ്റ് ബോളിന് കുറത്തു സല്ല. അതുപോലെ വോളിബോളിന് കുറത്തു ത്വാഇറ. അതുപോലെ ബാഡ്മിൻ്റൺ, റീഷത്തു ത്വാഇറ. ടേബിൾ ടെന്നീസ് ത്വാവില. മെഡിറ്റേഷൻ ചെയ്യുക, അത്തഅമ്മുൽ. അതുപോലെ വാച്ചിങ് മൂവീസ് കാണുക, മുഷാഹദത്തുൽ അഫ്ലാം. പോഡ്കാസ്റ്റുകൾ കേൾക്കുക, അൽ ഇസ്തിമാഉ ഇലാൽ ബൂദ്കാസ്റ്റ്. ഇനി ആരോമ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഈ എണ്ണകളൊക്കെ ഒഴിഞ്ഞുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്, എണ്ണകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതി. അൽ ഇലാജു ബിൽ ഉതൂർ. പിന്നെ കളറിങ്, അത്തൽവീനുലിൽ കിബാർ. അത്തൽവീൻ എന്ന് പറഞ്ഞാൽ മതി. ഹോബികളെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ഇനി നമുക്ക് ഡെയിലി യൂസിൽ ചോദിക്കാവുന്ന മറ്റു കുറച്ച് ചോദ്യങ്ങൾ കൂടെ നമുക്കിവിടെ പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാം. ഹൗ ഈസ് ഹി, അവൻ എങ്ങനെയാണ്, എന്താണ് അവൻ്റെ പാട് എന്നൊക്കെ ചോദിക്കുമല്ലോ, അതാണ് കൈഫ ഹാലു, എങ്ങനെയാണ് അവളുടെ അവസ്ഥ എന്ന് ചോദിക്കാൻ വേണ്ടി കൈഫ ഹാലു ഹാ എന്ന് പറയും. അവനിപ്പോൾ എവിടെയുണ്ട്, ഐന ഹുവൽ ആൻ. അതുപോലെ അവൾ ഇപ്പോൾ എവിടെയുണ്ട്, ഐന ഹിയൽ ആൻ. അതുപോലെ അവനിപ്പോൾ എന്ത് ചെയ്യുന്നു, മാതാ യഫ് അലുൽ ആൻ. അവളാണെങ്കിലോ മാതാ തഫ് അലുൽ ആൻ, വാട്ട് ഷീ ഡൂയിങ് നൗ. ഇനി അവൾ ഒറ്റക്കാണോ ജീവിക്കുന്നത്, ഹൽ യഈഷു വഹീദൻ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക്. ഇനി അവളുടെ കുടുംബത്തോടൊപ്പമാണോ ജീവിക്കുന്നത്, ഹൽ തഈഷു മഅ ഉസ്റതിഹ. ഇനി അവൾക്ക് അല്ലെങ്കിൽ അവനക്ക് കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും, ഹൽ ലദൈഹി സയ്യാറത്തുൻ. അവൾക്കാണെങ്കിൽ ഹൽ ലദൈഹ സയ്യാറത്തുൻ. ഇനി അവളുടെ അടുത്ത് പുതിയ ഫോണുണ്ടോ, ഹൽ ലദൈഹ ഹാത്തിഫുൻ ജദീദ്. അപ്പോൾ ഇതൊക്കെയാണ് മറ്റൊരാളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ചോദിക്കേണ്ട ചോദ്യങ്ങളും ഹോബികളൊക്കെ. അതൊക്കെ നമ്മൾ വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുകയുണ്ടായി. നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്യുക, എല്ലാതും കറക്റ്റായിട്ട് നോട്ട് എഴുതുക.